ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മൾ ഈ പ്രഭാതത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നത് ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു എന്ന ഒരു വചനചിന്തയുടെ വെളിച്ചത്തിലാണ്. നമുക്ക് ഹൃദയത്തിൽ ആവർത്തിച്ച് പറയാം. ഹൃദയത്തിൽ പറഞ്ഞാൽ മതി. ആദ്യം ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കട്ടെ. ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് മനസ്സിൽ, ഹൃദയത്തിൽ ഈ പ്രാർത്ഥന, ഈ ജപം, ഈ സുഹൃത ജപം, ഈ മന്ത്രം ആവർത്തിച്ച് പറയട്ടെ. ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. സൗഖ്യത്തിലേക്ക് നയിക്കുന്ന ഒരു സുഹൃത ജപമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ താങ്ങാൻ ആരുമില്ല, എൻ്റെ മകൻ ഇല്ല, എൻ്റെ മകളില്ല, എൻ്റെ ഭാര്യയില്ല, എൻ്റെ ഭർത്താവില്ല. എന്നെ താങ്ങും എന്ന് ഞാൻ കരുതുന്നവരാരും ഇല്ലാത്ത അവസ്ഥകളിലൂടെ, എന്നെ താങ്ങുമെന്ന് കരുതിയവർ എന്നെ തള്ളിപ്പറഞ്ഞ് തള്ളിയിട്ട് കടന്നുപോയ സാഹചര്യങ്ങളുണ്ട്. എന്നെ ചങ്കോട് ചേർത്ത് പിടിക്കും എന്ന് ഞാൻ കരുതിയവർ എൻ്റെ ചങ്ക് പറിച്ചെടുത്ത് പിച്ചി ചീന്തിയ സാഹചര്യങ്ങളുണ്ട്. ഞാൻ തകരാതെ എന്നെ കാക്കും എന്ന് ഞാൻ കരുതിയവർ എന്നെ തല്ലിത്തകർത്തു എന്ന സാഹചര്യങ്ങളുണ്ട്. എന്നെ തച്ചുടച്ചു എന്ന് തോന്നിയ നിമിഷങ്ങളുണ്ട്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോ നമ്മോട് പറയുന്നു, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ആരൊക്കെ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആർക്കൊക്കെ നിന്നെ വേണ്ടെങ്കിലും എനിക്ക് നീ എൻ്റെ സ്വന്തമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. നമ്മെ നമ്മുടെ കാലിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ഈശോയാണ്. നമ്മുടെ മകനോ മകളോ അല്ല, സഹോദരനോ സഹോദരിയോ അല്ല, അപ്പനോ അമ്മയോ അല്ല. നമ്മെ ആത്യന്തികമായി നമ്മെ താങ്ങി നിർത്തുന്നത് നമ്മുടെ കർത്താവാണ്. കാരണം നമ്മൾ കർത്താവിൽ നിന്ന് വന്നവരും, കർത്താവിന് വേണ്ടി ജനിച്ചവരും, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരും, കർത്താവിലേക്ക് തിരികെ യാത്ര ചെയ്യുന്നവരുമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞ മന്ത്രം അടുത്തിരിക്കുന്ന 2 പേർക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ അച്ഛൻ ചൊല്ലിയതിന് ശേഷം ആവർത്തിച്ച് ചൊല്ലട്ടെ. ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഉള്ളിൽ കൊണ്ട് പറയണം, ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഏറ്റുപറയലല്ല, ഒരുമിച്ച് 10 പ്രാവശ്യം പറയാം. ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. 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 ഈശോ എന്നെ താങ്ങുന്നു,
ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. ഈശോ എന്നെ താങ്ങുന്നു. ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. ഈശോ എന്നെ താങ്ങുന്നു. ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. കർത്താവിൻ്റെ കൃപ, ദൈവശക്തി നമ്മിലേക്ക് കടന്നു വരുന്ന സമയമാണ്. കാൽമുട്ടുകളുടെ വേദന ഈശോ അനേകം പേർക്ക് സൗഖ്യപ്പെടുത്തി നൽകുന്നുണ്ട്, സുഖം നൽകുന്നുണ്ട്. കാൽമുട്ടിൻ്റെ വേദന മാറുന്ന ഒരനുഭവം ഈശോ അനേകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഈശോയാണ് നമ്മെ താങ്ങുന്നത്. അതുകൊണ്ട് നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധ നമ്മെ താങ്ങി നിർത്തുന്നവനിലാണ് വേണ്ടത്. ശരിയാണ്, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ ഉണ്ടാകാം. അതുകൊണ്ട് കാര്യമില്ലെങ്കിലും ആകുലപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മുടിയിഴ കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ, ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂട്ടാനോ കുറക്കാനോ കഴിയുകയില്ല. അതുകൊണ്ട് എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ എന്ത് കഴിക്കുമെന്ന് ജീവനെക്കുറിച്ചോ നിങ്ങളിൽ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇപ്രകാരം ആകുലരാകുന്നത്. ദൈവത്തെ അറിയാത്തവരാണ്. ദൈവം ആണ് താങ്ങി നിർത്തുന്നതെന്ന് അറിയാത്തവരാണ് ആകുലപ്പെടുന്നത് എന്നാണ് സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ അറിയാത്തവരാണ് ആകുലപ്പെടുന്നത്. ദൈവമാണ് താങ്ങി നിർത്തുന്നതെന്ന് ഏറ്റുപറയാൻ ബോധമില്ലാത്തവരാണ് ആകുലപ്പെടുന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഈശോ നമുക്ക് തരുന്ന പ്രകാശം, ഞാനാണ് കുഞ്ഞെ നിന്നെ താങ്ങി നിർത്തുന്നത് എന്ന പ്രകാശമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസം വലിച്ചെടുക്കാം. ഇരട്ടിയായിട്ട് പുറത്തേക്ക് വിടാം. ആകുലതകളുടെ എന്നെ താങ്ങാൻ ആരുമില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ തകരുകയാണ്, എൻ്റെ മക്കളെ താങ്ങാൻ ആരുമില്ല എന്നൊക്കെയുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് എന്ന് ഈശോ പറയുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഇരട്ടിയായിട്ട് പുറത്തേക്ക് വിടട്ടെ. ഈശോ എന്നെ താങ്ങുന്നു. ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സുഹൃത ജപത്തിൻ്റെ രണ്ടാം ഭാഗമെന്ന് പറയുന്നത് ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു എന്നതാണ്. നമ്മൾ എന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഒറ്റയ്ക്കുള്ള ഒരു മുന്നോട്ട് പോകലല്ല. നമ്മൾ മുന്നോട്ട് പോകുന്നു. ഒരു കുടുംബനാഥന് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്ന് പറയാൻ കഴിയുന്നത്, ഒരു കുടുംബനാഥയ്ക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്ന് പറയാൻ കഴിയുന്നത് കുടുംബത്തിലുള്ള മറ്റെല്ലാവരുടെയും മുന്നോട്ടുള്ള പ്രയാണത്തെ കണക്കിലെടുത്തുകൊണ്ടാണ്. മക്കളുടെ ജീവിതം മുന്നോട്ട് പോകാതെ ഒരു കുടുംബനാഥന് അല്ലെങ്കിൽ ഒരു അപ്പന് അമ്മയ്ക്ക് എൻ്റെ ജീവിതം മുന്നോട്ടാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈശോയാണ്. എന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ചുറ്റുപാടുമുള്ളവരെ, ഞാൻ അറിയുന്നവരെ, ആ കുടുംബം വിശാലമായ ഒരു കുടുംബമായി മാറാം. ഒരിടവക ജനത്തെ എൻ്റെ മുഴുവൻ ആത്മീയമായ പുരോഗതിയാണ് ഒരു പുരോഹിതൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല മുന്നോട്ട് പോകുന്നത്. നമ്മളെ ഓരോരുത്തരെ എന്നതിനേക്കാൾ നമ്മളെല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നവനാണ് ഈശോ. അപ്പോൾ ഈശോ എന്നെ താങ്ങുന്നു. ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. എന്നെ വ്യക്തിപരമായി എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ സാമ്പത്തിക മേഖലയിൽ, എൻ്റെ ബിസിനസ്സിൻ്റെ മേഖലയിൽ, എൻ്റെ കൃഷിയുടെ മേഖലയിൽ, എൻ്റെ പഠനത്തിൻ്റെ മേഖലയിൽ, എൻ്റെ ജോലിയുടെ മേഖലയിൽ എല്ലാം ഈശോ എന്നെ മുന്നോട്ട് നയിക്കുകയാണ്. വാതിലുകൾ അടഞ്ഞുകിടക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ അടഞ്ഞുകിടക്കുന്ന മുറിയിലേക്ക് വാതിലുകൾ തുറക്കാതെ തന്നെ
പ്രവേശിക്കാൻ കഴിയുന്നവനാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്ന ബോധ്യം എന്നെ ശക്തിപ്പെടുത്തുന്നു. ആവർത്തിക്കാം. അടഞ്ഞു കിടക്കുന്ന മുറിയിലേക്ക് വാതിൽ തുറക്കാതെ തന്നെ അകത്ത് പ്രവേശിക്കാൻ കഴിയുന്നവനാണ് എന്നെ നയിക്കുന്നത്. അവിടത്തേക്ക് സ്ഥലകാല പരിമിതികളില്ല. സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും പരിമിതികളില്ലാത്തവൻ, തടസ്സങ്ങളില്ലാത്തവനാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് മനസ്സിൽ ആവർത്തിച്ച് പറയുന്നു, ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. 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 ഈശോ എന്നെ മുന്നോട്ട് നയിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ മുന്നോട്ട് യാത്ര ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ കരം പിടിക്കാൻ തയ്യാറില്ലാത്തവർ കൂടെ നമ്മുടെ ഒപ്പമുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ടവരുണ്ട്, കുടുംബത്തിൽ പ്രാർത്ഥന നഷ്ടപ്പെട്ടവരുണ്ട്, ഇനി പ്രാർത്ഥിക്കില്ല എന്ന് ശപഥമെടുത്തവരുണ്ട്. കുറച്ച് നാൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ ഇപ്രകാരം ദുരിതങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നവരുണ്ട്. പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ചോദ്യം ചെയ്യുന്നവരുണ്ട്. പ്രാർത്ഥിക്കുന്നതിനെ പരിഹസിക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മന്ത്രം ഹൃദയത്തിൽ ആവർത്തിച്ച് ചൊല്ലുന്നത്. ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള ചില പരാജയങ്ങൾ, ചില തകർച്ചകൾ, ചില നഷ്ടങ്ങൾ, ഇവയിലൂടെയെല്ലാം നമ്മെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ ഈശോ. ഇന്ന് പരാജയമുണ്ടായി, ഇന്ന് തകർച്ചയുണ്ടായി, ഇന്ന് നഷ്ടമുണ്ടായി, ഇന്ന് പൊളിഞ്ഞു പാപ്പരായി. പക്ഷേ നമ്മെ മുന്നോട്ട് നയിക്കുന്നവൻ ഇവയിൽ നിന്നെല്ലാം, ഇവയിലൂടെയെല്ലാം, ഇവയെല്ലാം നന്മയാക്കി, വിജയമാക്കി, വളർച്ചയാക്കി മാറ്റാൻ കഴിയുന്നവനാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഹൃദയത്തിൽ ആവർത്തിച്ച് പറയാം, ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട്. എൻ്റെ ശത്രുക്കൾക്ക് മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കും. ശത്രുക്കളുടെ ഇടയിലൂടെ, അവരുടെ ആയുധങ്ങൾക്കിടയിലൂടെ അവിടുന്ന് എന്നെ സുരക്ഷിതനായി നയിക്കും. ശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കും. മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എൻ്റെ കർത്താവ് എൻ്റെ ഇടയനാണ്. അവിടുന്ന് എൻ്റെ യോദ്ധാവാണ്. അവിടുന്ന് എൻ്റെ വാതിലാണ്. അവിടുന്ന് എൻ്റെ ജീവനാണ്, ജീവൻ നൽകുന്ന അപ്പമാണ്. അവിടുന്ന് ഇമ്മാനുവേലാണ്, അവിടുന്ന് കൂടെയുള്ളവനാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത്, നെഞ്ച് നിറയെ, വയർ നിറയെ ശ്വാസമെടുത്ത്, ഉള്ളിലേക്കെടുത്ത ശ്വാസം നന്നായി പുറത്തേക്ക് വിട്ട് മനസ്സിലാവർത്തിച്ച് പറയുന്നു, ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. ഇനി ഞാൻ ഹൃദയത്തിൽ ഒരിക്കലും പറയില്ല, എനിക്കൊരു സപ്പോർട്ടില്ലെന്ന് ഞാൻ പറയില്ല, എന്നെ താങ്ങാൻ ആളില്ലെന്ന് ഞാൻ പറയില്ല, ഞാൻ മുന്നോട്ടല്ല എന്ന് ഞാൻ പറയില്ല. ഞാനും എൻ്റെ കുടുംബവും മുന്നോട്ട് തന്നെയാണ്.
ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഒക്കെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഈ ലോകമല്ല, ഈ ലോകത്തിലെ വ്യക്തികളല്ല, ലോകത്തിലെ സമ്പത്തല്ല, ലോകം നൽകുന്ന സുരക്ഷിതത്വമല്ല. ദൈവം തന്നെയാണ് എന്നെ താങ്ങി നിർത്തിയിരിക്കുന്നത്. എന്നെ താഴെയിടാത്തവനാണ് എന്നെ താങ്ങി നിർത്തിയിരിക്കുന്നത്. എന്നെ എല്ലാ കാലവും താങ്ങാൻ കഴിയുന്നവനാണ് എന്നെ താങ്ങി നിർത്തിയിരിക്കുന്നത്. ഉള്ളിൽ ആവർത്തിച്ച് പറയട്ടെ, ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു, ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. അവനാണ് എനിക്ക് വിശ്രമം നൽകുന്നത്, അവനാണ് എന്നെ വേഗതയിൽ മുന്നോട്ട് നയിക്കുന്നത്. ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു, ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. നന്നായി ശ്വാസമെടുത്ത് ഈ സുഹൃത ജപം, ഈ മന്ത്രം, ഈ വചന ചൈതന്യമുള്ള ചിന്ത ഹൃദയത്തിൽ പതിയട്ടെ. ഓരോ കോശത്തിലും അത് സൗഖ്യമായിട്ട് മാറട്ടെ. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഇതാ ഈ ഒരു മന്ത്രം നമ്മെ നമ്മുടെ ആകുലതകളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന്, മനസ്സിൻ്റെ വേദനകളിൽ നിന്നൊക്കെ വിടുവിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ തീരത്തേക്ക് ഉയർത്തുകയാണ്, പറത്തുകയാണ്. നമുക്ക് 10 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലാം. ഈശോ എന്നെ താങ്ങുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു, ഈശോ എന്നെ താങ്ങുന്നു, 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 ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. താങ്ങുന്നു,